ഭൂമിക്ക് വേണ്ടി. അല്ല, ഞാൻ ചോദിക്കുന്നത്, ഞാൻ നിന്റെ ആ സ്ഥലം അന്ന് വന്ന് കണ്ടായിരുന്നു. ആ, അപ്പോൾ അത് നിന്റെ ഉമ്മാക്ക് പട്ട കിട്ടിയ സ്ഥലം. അതെ. ആ ഭൂമിയിൽ നിന്ന് 10 സെന്റ് നിനക്ക് തന്നു. ഒരേക്കരയിൽ നിന്ന് 10 എനിക്ക് തന്നു. ഒരേക്കറിൽ നിന്ന് 10 സെന്റ് നിനക്ക് തന്നു. അതെ. നിനക്ക് തന്ന ഈ 10 സെന്റിലാണോ ഇപ്പോൾ പ്രശ്നമുള്ളത്? എനിക്ക് തന്ന 10 സെന്റ് ഞങ്ങളുടെ ഭൂമിയല്ല, ഏകദേശം 10 സെന്റിന്റെ അടുത്ത് 9 or 10 ഏതോ ഒന്ന്, 9 ഇല്ല 9.25, അങ്ങനെ 10ന്റെ അകത്ത്, 10ന് മീത്ത പോകില്ല. ആ 10 സെന്റ് സ്ഥലം നിങ്ങളതല്ല. 90 സെന്റ് സോറി, ഒരേക്കര നിങ്ങൾക്ക് ഭൂമി തന്നില്ലെങ്കിലും 90 സെന്റ് ഗവൺമെന്റ് നിങ്ങൾക്ക് തന്നിട്ടു, ഒരേക്കര തന്നിട്ടില്ല. 10 സെന്റ് അത് ഉണ്ട്, അത് നിങ്ങളതല്ല, അത് ഗവൺമെന്റ് ജാഗയെന്നാണ് തെക്ക് വില്ലേജ് ഓഫീസർ രമേശൻ സാറിന്റെ വാദം ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾ അയൽവാസിയായിട്ടുള്ള വേറൊരു വീട്ടുടമസ്ഥൻ്റെതാണോ ആ ഭൂമി അവർ പറഞ്ഞത്? അല്ല, അവര് സർക്കാർ ഭൂമിയാണെന്ന് പറഞ്ഞിട്ട് ഈ തെക്ക് വില്ലേജ് ഓഫീസർ രമേശൻ സാറിന്റെ റിപ്പോർട്ടിന്റെ മുകളിലാണ് അവർ ഈ ഭൂമിക്ക് അവകാശവാദം ഉന്നയിച്ചിട്ട് പോകുന്നത്. അതല്ലാതെ ഞങ്ങൾക്കെതിരെ അവർ പോയിട്ടില്ല. സർക്കാർ ഭൂമി എന്ന് വില്ലേജ് ഓഫീസർ പറയുമ്പോൾ അവർക്ക് ഇതിന്റെ പിന്നിൽ പോകുമ്പോൾ ഒരു സുഖമാണ്. കാരണം ഞങ്ങളെ ഭൂമി എന്നിട്ട് അവർ പോകുന്നില്ല. അപ്പൊ ഈ വില്ലേജ് ഓഫീസർ ഞങ്ങളതാണെന്ന് പറഞ്ഞാൽ അവർ പോകില്ല. കാരണം ഈ വില്ലേജ് ഓഫീസർ ഇത് തെറ്റായ നടപടിന്റെ മുകളിലാണ് അവര് ഈ. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ പറഞ്ഞ ഈ വില്ലേജ് ഓഫീസർ അവരെന്ത് സഹായിക്കുന്നുണ്ടെന്നാണോ നിങ്ങൾ പറഞ്ഞത്? വില്ലേജ് ഓഫീസറാണ് ഇതിന് അവർക്ക് വേണ്ടിയിട്ട് എല്ലാ റിപ്പോർട്ടും തയ്യാറാക്കിയ. ഇന്നത്തെ വില്ലേജ് ഓഫീസർ അല്ല, അന്നത്തെ വില്ലേജ് ഓഫീസർ രമേശൻ സാറാണ്. ഇപ്പൊ നിലവിൽ ഡെപ്യൂട്ടി തഹസിൽദാറായിട്ട് കളക്ടറേറ്റിലെ ഇപ്പോഴത്തെ വില്ലേജ് ഓഫീസർ പറയുന്ന മുമ്പ് ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ച് ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്, കളക്ടർ ഒരു നല്ല റിപ്പോർട്ട് തന്നാൽ നിയമപരമായിട്ട് നടപടി സ്വീകരിക്കുമെന്നാണ് ഇപ്പോഴത്തെ വില്ലേജ് ഓഫീസർ പറയുന്നത്.